ഇന്ന് നമ്മൾ ചക്കക്കുരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ചക്ക ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ്. ചക്കക്കുരു എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ വേപ്പിലയാണ് കേട്ടോ. ഈ വേപ്പില മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. ചക്കക്കുരു നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉരുളിയിൽ ചെയ്യായിരിക്കും സൗകര്യം, കാരണം നമുക്ക് ഒരുപാട് ഇളക്കാനുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചക്കക്കുരു വറുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ തൊലി കരിഞ്ഞിരിക്കും, ഉള്ളു പക്ഷേ വെന്തിട്ടുണ്ടാവില്ല. ചേരുവകളൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടലപ്പരിപ്പും ഉഴുന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് ഞാൻ എടുത്തേക്കുന്നത് തൊലിയുള്ള ഉഴുന്നാണ് കേട്ടോ. തൊലിയുള്ള ഉഴുന്ന് ചേർത്തെന്ന് വെച്ചാൽ ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നും വരില്ല. ചക്കക്കുരുവിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് വറ്റൽമുളക് വേണം. അത്രയും ചക്കക്കുരുവിന് ഈ ഒരു പ്ലേറ്റ് നിറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേ ഉരുളിയിൽ തന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ആദ്യം മുളക് ഇട്ട് കൊടുത്തു. മുളകും വേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട. ഓരോന്നോരോന്ന് ഇനി സെപ്പറേറ്റ് വറുത്തെടുക്കാൻ പോവാണ്. അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി അതേ ഉരുളിയിൽ തന്നെ നമുക്ക് കടലപ്പരിപ്പ് വറുത്തെടുക്കണം. ഇത് എന്നിട്ട് ആ വേപ്പിലയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉഴുന്നിട്ട് കൊടുത്ത് അതും നന്നായിട്ട് വറുത്തെടുക്കണം. ഉഴുന്നൊക്കെ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ്. തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക. കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വേപ്പിലയും മുളകൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് കായപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു എല്ലാം ചൂടാറിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം നമുക്ക് പൊളിച്ചെടുക്കണം. കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട പണിയാണിത്. തൊലി മൊത്തം പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഈ കുരു ഒന്ന് പൊടിച്ചെടുക്കണം. കുരു മൊത്തം നമ്മൾ പുറമേലത്തെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേയുള്ള ആ തവിട് നമ്മൾ കളയില്ല കേട്ടോ, ചുവന്നത് കളയില്ല. ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ ഉരുളിയിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളകും എല്ലാം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ മൊത്തം നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല സ്വാദുള്ള ചമ്മന്തിപ്പൊടി ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായി ചക്കക്കുരു വറുത്തെടുത്തിട്ട് ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി ഒരു ടിന്നിലാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരുന്നോളും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.